ആണ് മറൈൻ ഡ്രൈവിൽ നിന്ന് കാണുന്നത്. നരിമാൻ പോയിന്റ് തൊട്ട് വാങ്കഡെ സ്റ്റേഡിയം വരെ ആവേശം അലതല്ലും. ഇനിയുള്ള ഓരോ മിനിറ്റുകളും അല്പസമയത്തിനകം വിക്ടറി പരേഡ് ആരംഭിക്കുന്നു. അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിജയാഘോഷങ്ങളിലേക്ക് ആരെല്ലാമായിരിക്കും പങ്കുകൊള്ളുക, ആരുടെയെല്ലാം സാന്നിധ്യമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതെല്ലാം ഉറ്റുനോക്കുകയാണ്. ആ വിജയാഹ്ലാദത്തിൽ മുങ്ങി നിൽക്കുന്ന സമയം കൂടിയാണ് മുംബൈ. നേരത്തെ മഴ പെയ്തിരുന്നു. ആ മഴയെ അവഗണിച്ചു പോലും ജനങ്ങൾ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതെ തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എൽദോയിലേക്ക്. എൽദോ, ഇനിയും നീണ്ടുപോകും ഈ വലിയ തിരക്കാണ്. ഇതിൽ കൂടെ ബസ് നരിമാൻ പോയിന്റ് കടന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ എത്തണമെങ്കിൽ അത് ഇനിയും ഏറെ നേരമെടുക്കും. ഈ ജനങ്ങളുടെ മുഴുവൻ വരവേൽപ്പും ഏറ്റുവാങ്ങി ടീം അംഗങ്ങൾ വാങ്കഡെ സ്റ്റേഡിയത്തിൽ എത്തുമ്പോഴേക്കും എത്ര മണിക്കുള്ളിൽ വിക്ടറി പരേഡ് തുടങ്ങാനാകുമെന്നുള്ളൊരു ഏകദേശ ധാരണയെങ്കിലും അവിടെ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഒരു തരത്തിലും നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അപർണ. ഈ നരിമാൻ പോയിന്റിലെ ബസ്സിനടുത്തേക്ക് ഇന്ത്യൻ ടീമുകളെ എത്തിക്കുന്ന വഴി അത് പൂർണ്ണമായും ബ്ലോക്കാണ്. അവിടെ നിന്നാണ് ഈ ആരാധകരെ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ വകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ താരങ്ങൾ ആ ബസ്സിൽ കയറിയാൽ മാത്രമേ ഇന്ത്യൻ ടീമംഗങ്ങളുടെ ആ വിജയയാത്ര അത് ആരംഭിക്കാൻ കഴിയൂ. ആ യാത്ര ആരംഭിച്ചാൽ മാത്രമേ അതും 1 മണിക്കൂറിലേറെ ദൈർഘ്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കാരണം വലിയ ദൂരമില്ല. നരിമാൻ പോയിന്റിൽ കാണാം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ അത്യാവശ്യം ബലം പ്രയോഗിച്ച് തന്നെയാണ് ആ ആരാധകരെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം അവിടെ ഇന്ത്യൻ ടീമംഗങ്ങൾ എത്തുന്ന ബസ്സാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ വാഹനങ്ങൾ അകമ്പടിയിൽ അവർ നരിമാൻ പോയിന്റിലേക്ക് എത്തുന്നു. നരിമാൻ പോയിന്റിലേക്കുള്ള യാത്ര അത് എളുപ്പമാണ്. പക്ഷേ നരിമാൻ പോയിന്റിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ടീമംഗങ്ങൾ 2 ബസ്സിലായി എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനിയുമുണ്ട് ദൂരം നരിമാൻ പോയിന്റിലേക്ക്. അവിടെ ഈ പ്രത്യേകം തയ്യാറാക്കിയ ആ നീല നിറത്തിലുള്ള ഇന്ത്യൻ ടീമംഗങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ആ ബസ്സിലേക്ക് ഇവരൊന്ന് കയറി കിട്ടണമെങ്കിൽ അതിനുള്ള സമയമാണ് ഇനി ഏറ്റവും പ്രധാനം. അവിടെ നിന്ന് ബസ് എടുത്താൽ പോലും അതൊരു ഈ പോകുന്ന വേഗത്തിൽ സഞ്ചരിക്കുക പ്രയാസകരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമംഗങ്ങൾക്ക് ആരാധകരെ കൈവീശി ആരാധകർക്ക് അഭിവാദ്യമർപ്പിച്ച് വിജയാഘോഷം നടത്തി ട്രോഫി ഉയർത്തിക്കാട്ടി അവർക്ക് മെല്ലെ നീങ്ങാൻ കഴിയൂ. അതുകൊണ്ട് വാങ്കഡയിലേക്ക് എപ്പോൾ ഇത് എത്തിച്ചേരും എന്നുള്ളതാണ് കാത്തിരുന്ന് അറിയേണ്ടത്. വാങ്കഡയിലേക്ക് എപ്പോൾ ഈ ടീമംഗങ്ങൾക്ക് ബസ്സിൽ കയറി എത്താൻ കഴിയുമെന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാൻ കഴിയാത്ത ചോദ്യമായി നിലനിൽക്കുന്നു. വാങ്കഡയിൽ കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് ആരാധകരുണ്ട്. സ്റ്റേഡിയത്തിന്റെ ഗാലറികളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന 10,000-കണക്കിന് ആരാധകരുണ്ട്. അവരുടെ അടുത്തേക്ക് ഈ ഇന്ത്യൻ താരങ്ങൾ എത്തുമ്പോൾ നിശ്ചയമായും മണിക്കൂറുകൾ പിന്നിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ 7:05 സമയം. 7:05 വാങ്കഡയിൽ എത്തിച്ചേരേണ്ട സമയമാണിത്. വാങ്കഡയിൽ 7 മണിക്ക് BCCIയുടെ ആദരിക്കൽ ചടങ്ങ് നടക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ആ ആദരിക്കൽ ചടങ്ങ് നടക്കേണ്ട സമയത്ത് ഇതുവരെ ആ ബസ്സിലേക്ക് കയറാൻ പോലും ഇന്ത്യൻ ടീമുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അവിടെ വലിയ ബ്ലോക്ക് ഉണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ആരാധകരെ നിയന്ത്രിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പക്ഷേ അപ്പോഴും ഏതൊരു നിയന്ത്രണത്തിനും കെടുത്താൻ കഴിയാത്ത ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകർ. അവർ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നതാണ്. മണിക്കൂറുകളുടെ അവരുടെ കാത്തിരിപ്പ് എന്തിനാണ്? അവരുടെ പ്രിയ താരങ്ങൾ ലോക കിരീടമായി എത്തുന്നത് അവർക്ക് കൈവീശി കണ്ട് ആസ്വദിക്കാനാണ്. ആ കൈവീശി കാണിച്ച് ഇന്ത്യൻ ആരാധകരുടെ ഒരു ചിരി കണ്ട് മടങ്ങാനുള്ള ആ ഒരു ആഗ്രഹത്തിൽ അവർ തുടരുന്നു. മറൈൻ ഡ്രൈവിൽ നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ അവരുടെ ആ കാത്തിരിപ്പ് തുടരുകയാണെന്നാണ്. അല്പസമയത്തിനകം നരിമാൻ പോയിന്റിലെ ബസ്സിലേക്ക് ഇന്ത്യൻ ടീമംഗങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും സീലിംഗ് പാലം കടന്ന് ഇന്ത്യൻ ടീമംഗങ്ങൾ നരിമാൻ പോയിന്റിന്റെ വഴിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ആ ബസ്സിലേക്കുള്ള വഴി അവിടെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്താണെങ്കിലും ആരാധകർ ആവേശത്തിലാണ്. അവരുടെ പ്രിയ താരങ്ങൾ എത്താൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് അവർക്കും തന്നെ ഉണ്ടാകും. അതിൻ്റെ ഒരു ആരവം അവരും പങ്കുവെക്കുകയാണ്. ഇന്ത്യൻ ടീം വിശ്വവിജയം നേടി വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള യാത്ര തുടങ്ങിയിട്ട് അത് മണിക്കൂറുകളായി വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു വിൻഡീസിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലേക്ക്. ആ യാത്രയുടെ ക്ഷീണം രാവിലെ അവർ വന്നിറങ്ങിയപ്പോൾ പ്രകടവുമായിരുന്നു അവരുടെ മുഖത്ത്, ശരീരഭാഷയിൽ. പക്ഷെ അപ്പോഴും ഇന്ത്യൻ ആരാധകരുടെ ആരവം കാണുമ്പോൾ അവർക്ക് ആ ആരവത്തിൽ അവർക്ക് അമരാതിരിക്കുക അസാധ്യമായിരുന്നു. ഇപ്പോഴും വാങ്കഡെ സ്റ്റേഡിയത്തിന് പരിസരത്ത് മറൈൻ ഡ്രൈവിൽ മഴ പെയ്യുന്നുണ്ട്. കുടകൾ നമുക്ക് കാണാം. പക്ഷേ ഈ മഴയ്ക്കും അല്ലെങ്കിൽ വലിയ തിക്കിനും തിരക്കിനുമൊന്നും ആ ആരവത്തെ കെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എത്രമാത്രം നിയന്ത്രിച്ചാലും എത്രമാത്രം പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായാലും അവർ നിരവധിയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ പലരും ഓഫീസിൽ നിന്നൊക്കെ എത്തിയവരാണ്, അല്ലെങ്കിൽ